നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷചക്രത്തിൽ രാജാവായ ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ കന്യരാശിയിലേക്കുള്ള ചാരവശാലുള്ള സഞ്ചാരത്തെ പറ്റിയാണ്. സൂര്യൻ 1200 ചിങ്ങമാസം 31-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ 16-ാം തീയതി സോമവാരം തിങ്കളാഴ്ച രാത്രി 7:45 കന്യരാശിയിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം 31 ദിവസം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു. പ്രഭാവകാരകനായ സൂര്യൻ മേടം മുതൽ 12 രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെപ്പറ്റി സവിസ്തരം നാം പ്രതിപാദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ 12 വീഡിയോകൾ കണ്ടിരുന്നു. ഞാൻ സൂചിപ്പിച്ചു, പിതാവ്, ആത്മപ്രഭാവം, വ്യക്തിത്വം, രാജസേവ, രാജാവ്, കാര്യങ്ങൾ നിയന്ത്രിക്കുക, എപ്പോഴും അദമ്യമായ ഉത്സാഹം, അഹങ്കാരം, ഇതൊക്കെ സൂര്യൻ്റെ മുഖമുദ്രകളാകുന്നു. സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങളാകുന്നു. പക്ഷേ സാത്വികനെന്ന് ഹോരാചാര്യർ വിശേഷിപ്പിച്ച സാത്വിക സ്വഭാവമുള്ള ഗ്രഹം സൂര്യനാണ്. അതിനാൽ പല രീതിയിലും ചൊവ്വയേക്കാളും ശനിയേക്കാളും രാഹുവേക്കാളും കേതുവേക്കാളും സൂര്യൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നാം മേടം മുതൽ 12 രാശിക്കാർക്കുമുള്ള ചാരവശാൽ ഒരു മാസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കന്നിമാസത്തിലെ വിശേഷങ്ങളും നിങ്ങൾ അറിയണം. കന്നിമാസം ദേവിയുടെ, മഹാലക്ഷ്മിയുടെ സങ്കേതമാകുന്ന രാശിയാകുന്നു. അതിൻ്റെ ചിഹ്നം തന്നെ തോണിയിൽ ഒരു കന്യക യുവതി സഞ്ചരിക്കുന്ന ചിത്രമാണ് കന്നിരാശിയുടെ ചിത്രം. കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ശുക്രനാകുന്നു. ആ ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ഒക്കെ ചിന്തിക്കുന്നത്. അതിനാൽ കന്നിരാശി സ്വതവേ തന്നെ ദൈവാംശമുള്ള, പ്രത്യേകിച്ച് ദേവി ചൈതന്യമുള്ള രാശിയാകുന്നു. ഈ കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ: 1, നീചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ 18-ാം തീയതി, കന്നി 2-ാം തീയതി സൂര്യൻ കന്നിയിൽ പ്രവേശിച്ച് പിറ്റേ ദിവസം തന്നെ സ്വന്തം മൂലക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ശുക്രനാണ് ഭൗതിക സുഖത്തിൻ്റെ കാരകൻ. വിവാഹം, സൗഹൃദങ്ങൾ, വ്യാപാരങ്ങൾ, വാങ്ങലും കൊടുക്കലും കച്ചവടവും ഒക്കെ ശുക്രൻ്റെ ജോലിയാകുന്നു. ആ ശുക്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അതും 45 ഡിഗ്രി മൂലക്ഷേത്ര ബലവാനായി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സെപ്റ്റംബർ 23-ാം തീയതി ബുധൻ സിംഹൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു. അതിനാൽ വിശേഷപ്പെട്ട 2 ഗ്രഹങ്ങളുടെ ട്രാൻസിറ്റ്, ചാരവശാലുള്ള മാറ്റങ്ങൾ കന്നിമാസത്തേക്ക് നടക്കുന്നു. പിന്നെ കന്നിരാശിയിലാണ് നാം ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടമി, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, ഇതൊക്കെ വരുന്നത് കന്നിരാശിയിലാണ്. ആയുധപൂജ മുതൽ നമ്മുടെ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ കന്നിമാസത്തിൻ്റെ പ്രത്യേകതകളാകുന്നു. ഒക്ടോബർ 11, 12, 13 ദിനങ്ങൾ, അതായത് കന്നിമാസം 25, 26, 27 ദിവസങ്ങളിലാണ് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, മൂകാംബിക മുതൽ ദേവി സരസ്വതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് കുരുന്നുകൾ പ്രവേശിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. വിജയദശമിക്ക് നാം നക്ഷത്രങ്ങളൊന്നും നോക്കാറില്ല, പലപ്പോഴും മുഹൂർത്തങ്ങളും നോക്കാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർ മാരാർജി സവിശേഷമായി ആ ദിനത്തിൻ്റെ പ്രത്യേകതയും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മീനം രാശിക്കാരെ പറ്റി. മീനൻ രാശി എന്നാൽ പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന രാശിയാകുന്നു. ഇവിടെ മീനൻ രാശിക്കാർക്ക് സൂര്യൻ 7-ാം ഭാവത്തിലേക്കാണ് നിൽക്കുന്നത്. സൂര്യൻ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് നിങ്ങൾ അറിയണം. 6-ാം ഭാവാധിപനാണ്, ശത്രുപതിയാണ്, രോഗപതിയാണ് സൂര്യൻ. അത് 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. 7-ാം ഭാവം എന്താണ്? വിവാഹ, മദനാലോക, ഭാര്യാഭർത്ത് സമാഗമാഹ, ശയ്യ, സ്ത്രീ സത്മ, നഷ്ടാർത്ഥ, മൈഥുനാന്യപി സപ്തമാത്. മൈഥുനം, കാമം, വിവാഹം, മദനം, ഭാര്യാസുഖം, ഭാര്യാഗൃഹം,
തൻ്റെ വിദേശ യാത്ര, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 7-ാം ഭാവം. അവിടെ സൂര്യൻ നിൽക്കുമ്പോൾ, ശത്രുപതിയായ സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ ഈ ഭാവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് സെപ്റ്റംബർ 23 വരെ. സെപ്റ്റംബർ 16-നാണ് സൂര്യൻ മീനൻ രാശിക്കാർക്ക് 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ അവിടെ സെപ്റ്റംബർ 23-ന് ബുധൻ ഭദ്രമഹായോഗം ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ട് മീനം രാശിക്കാർ സെപ്റ്റംബർ 23-ന് ശേഷം മാത്രം യാത്ര പ്ലാൻ ചെയ്യുക. നല്ലൊരു ജ്യോത്സ്യരെ കണ്ട് യാത്ര മുഹൂർത്തമൊക്കെ കുറിച്ച് വാങ്ങി യാത്ര ചെയ്യുക. അതിനു മുമ്പ് ദയവ് ചെയ്ത് നിങ്ങൾ യാത്ര ചെയ്യണം. ഭാര്യയുമായിട്ട് കലഹിക്കരുത്. ഭാര്യ അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്ന സമയമാണ്. 23-ാം തീയതി വരെ ക്ഷമിക്കുക. ധാരാളം ശത്രുക്കളുണ്ടാകും. ദ്യുനാഥോയതാ ദ്യൂനയാദോ നരസ്യ പ്രിയാതാപനം പിണ്ട പീഡാച ചിന്ത ഭവേ തുച്ഛലബ്ധിർ ക്രയേ വിക്രയവി പ്രതിസ്പർദ്ധയാ നേതി നിദ്രാം കഥാചിത്. ശത്രു കാരണം ഉറങ്ങാൻ കഴിയില്ല. പ്രിയാതാപനം, തൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ഭാര്യയ്ക്ക്, കാമുകിക്ക് തപിക്കും തന്നോട്. അവർക്ക് മാനസികമായി അവർ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും. അത് പാർഷ്യൽ വിരഹങ്ങളാണ്. തൽക്കാലം കാണാതിരുന്നാൽ അനുഭവിക്കുന്ന വേദന, അത് ഭാര്യയായാലും തൻ്റെ കാമുകിയായാലും അവർക്കത് മാനസികമായ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകും. പിതാവിന് അസുഖങ്ങൾ ഉണ്ടാവുക, പൈതൃകമായ ദുരിതങ്ങൾ വരിക, പിണ്ടപീഡ ചെയ്യുക. പലപ്പോഴും ഈ കന്നിമാസം അച്ഛന്മാർ നഷ്ടപ്പെട്ട അച്ഛന്മാർക്ക് പ്രേതക്രിയകൾ ചെയ്യാൻ കടം ബാക്കിയുള്ള മക്കൾ നന്നായി അമാവാസിയിൽ പിതൃകർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന മാസമാണ് മീനൻ രാശിക്കാർക്ക് ഈ കന്നിമാസം. തൻ്റെ ക്രയവിക്രയത്തിൽ വാങ്ങലിലും കൊടുക്കലിലും തുച്ഛമായ ലാഭം മാത്രം വരുമെന്നാണ്. ലാഭം കുറഞ്ഞ് വ്യാപാരം ചെയ്യേണ്ടി വരും. തനിക്ക് ജോലിയിൽ വേണ്ടത്ര പ്രതിഫലം ലഭിക്കില്ല. അതുകൊണ്ട് തളരാൻ പാടില്ല. പ്രതിസ്പർദ്ധയാ, ശത്രുവിനെ കൊണ്ട് ഉറക്ക് കുറയും. അതിനാൽ ഈ മാസം നിർബന്ധമായും ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യണം നിങ്ങളുടെ നക്ഷത്രത്തിൽ. ബാക്കി വരുന്ന ആഴ്ചകളിലൊക്കെ മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക. മൃത്യുഞ്ജയ ഹോമം ഖലു സർവരുജാം ശാന്തേ വിധേയം സ്യാത്. എല്ലാ രോഗങ്ങളുടെയും ശമനത്തിന് ശാന്തിക്കായിക്കൊണ്ട് മൃത്യുഞ്ജയം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീവ്രതരെ ആഭിചാരേ, അങ്ങേയറ്റം തീവ്രമായ ആഭിചാരദോഷം, ശത്രുദോഷം വന്നാലും അതിന് വളരെയധികം പരിഹാരമാകുന്നു മൃത്യുഞ്ജയ ഹോമം. അതിനാൽ ഈ മാസം ശിവപ്രീതിക്ക് മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് മീനം രാശിക്കാർക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമായിരിക്കും. യാത്രാ തടസ്സങ്ങൾ വളരെയധികം നേരിടുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 7-ാം ഭാവം ഗമനാഗമമാണ്, പോക്കുവരവാണ്. അതിനാൽ യാത്രാവിഷയം സെപ്റ്റംബർ 23 വരെ നീട്ടിവെക്കുക. അതിനുശേഷം ആരംഭിക്കുക. ബുധൻ പവർഫുള്ളായി കന്നിരാശിയിലേക്ക് വരുന്നത് വരെ കാത്തിരിക്കുക. ആഭരണങ്ങൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. പലരും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിരിക്കാം. ഈ സമയം ദേവൻ്റെ ആഭരണങ്ങൾ നഷ്ടപ്പെടുന്ന മാസം കൂടെയാണ്. അതിനാൽ മഴക്കാലത്തൊക്കെ നമ്മുടെ ദേവാലയങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം കൂടി കാണിക്കേണ്ടതാണ്. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ഒരു ശോഭനമായ ഒരു മാസത്തെ പ്രാർത്ഥിക്കുന്നു, കാക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.